കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ പ്രതിസന്ധികളും അനർത്ഥങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ ദൈവം നമ്മളെ ഓരോ ദിവസവും ഭദ്രമായി പരിപാലിക്കുന്നു. ദൈവം നിലനിർത്തുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ പദ്ധതികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ എഹെസ്കേലിൻ്റെ പുസ്തകം 39 അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 38, 39 അധ്യായം പൊതുവെ ഗോഗിനെ കുറിച്ചും ഗോഗിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പറയുന്നു. ഗോഗിൻ്റെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. 39 അധ്യായം അവസാനിക്കുന്നത് ഇസ്രായേലിലെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞാണ് 39 അധ്യായം അവസാനിക്കുന്നത്. ഗോഗിന് വരാൻ പോകുന്ന ന്യായവിധികളെക്കുറിച്ചും യുദ്ധത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളും അവന് സംഭവിക്കുന്ന ആശകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് യഹോവയായ ദൈവം ആ ഭാഗം, ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഇസ്രായേലിലെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മഹത്വം ജാതികളുടെ ഇടയിൽ ഞാൻ സ്ഥാപിക്കും. എഹെസ്കേൽ പ്രവചനം 34 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ പൊതുവെ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പല ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് അതിനോട് കേന്ദ്രീകരിച്ചാണ് പല ഭാഗങ്ങളും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും അവരിലേക്ക് മാത്രമല്ല ദൈവം ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ മഹത്വത്തിന്റെ സ്വാധീനം മറ്റു ജാതികളുടെ ഇടയിലേക്കും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സ്വാധീനം ചെല്ലും എന്ന് വ്യക്തമായി പറയാം. അതാണ് ഞാൻ എൻ്റെ മഹത്വം ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. തന്റെ ജനത്തിനു വേണ്ടി ദൈവനെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ, പുനർനിർമ്മിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യത ജാതികളുടെ ഇടയിലേക്ക് അത് വ്യാപരിക്കപ്പെടുകയാണ്. അതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം കൂടെ. അതാണ് ദൈവത്തിൻ്റെ മഹത്വം ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കപ്പെടുന്ന കാരണമുണ്ട്. കാരണം മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്, പോയ അധ്യായങ്ങളിൽ പറഞ്ഞതാണ്. കാരണം ഇവർ പ്രവാസത്തിൽ പോകാനുള്ള കാരണം, ഇവർ ചെന്ന ബാബിലോണിലും മറ്റും ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞ്, ഞങ്ങളുടെ ദൈവത്തിന് കഴിവില്ല, ദൈവത്തിന് ശക്തിയില്ല, ദൈവത്തിന് ബലമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രവാസത്തിൽ പോകേണ്ടി വന്നേ എന്ന് പറഞ്ഞ് ജാതികളുടെ ഇടയിൽ ദൈവത്തിന് നാമം ദുഷിക്കപ്പെടുന്ന നിലയിൽ പ്രവാസത്തിൽ പോയവർ പറഞ്ഞു വരുത്തിയിരുന്നു. നമ്മൾ മുൻ അധ്യായങ്ങളിൽ പഠിച്ചതാണത്. ഞങ്ങളുടെ ദൈവത്തിന് കഴിവില്ല, ഞങ്ങളുടെ ദൈവത്തിന് പവറില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രവാസത്തിൽ പോകേണ്ടി വന്നത് എന്ന് അവർ ജനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു വരുത്തിയിരുന്നു. ആ ജനത്തിൻ്റെ ഇടയിൽ അത് പറഞ്ഞു വരുത്തിയപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ആ ജനത്തിൻ്റെ ഇടയിൽ തന്നെ യഹോവയായ ദൈവം ആരാണെന്നും തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവിടെ വായിക്കുന്നു, ആ ദിവസം മുതൽ 22 വാക്യം ഒന്ന് വായിച്ചേ. 29 22 വാക്യം. അങ്ങനെ
29 അല്ലേ? 22-22 വാക്യം. 22. അങ്ങനെ അന്ന് മുതൽ മേലാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഇസ്രായേൽ ഗൃഹം അറിയും. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ ഗ്രഹം അറിയും എന്ന് പറഞ്ഞാൽ ഈ പുനഃസ്ഥാപനം ഇസ്രായേലിനെ ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക്, ഒരു പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന ഒരു പുനർനിർമ്മാണം, ഒരു പുനഃസ്ഥാപനത്തെ കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിരുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യത്തിൽ അതിങ്ങനെ പറയുന്നു: ഇങ്ങനെ ഇസ്രായേൽ ജനം മുഴുവനും രക്ഷിക്കപ്പെടും. ഒരല്പമായി അവർക്ക് മാറ്റം സംഭവിച്ചാലും കാഠിന്യം ഭവിച്ചാലും അവർ പൂർണ്ണമായി രക്ഷിക്കപ്പെടും. അതിലിങ്ങനെ പറയുന്നത്: വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാനവിടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ പുനഃസ്ഥാപന ദിവസം വരുന്നു. ഇപ്പോൾ അവർ പ്രവാസത്തിൽ പോയാലും അവർ പുനഃസ്ഥാപിക്കപ്പെടും. അങ്ങനെ ദൈവത്തിന് നാമം ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കപ്പെടും. ഇസ്രായേൽ ഗൃഹം പ്രവാസത്തിൽ പോകാൻ കാരണം ദൈവമല്ല, തങ്ങളുടെ അകൃത്യ നിമിത്തമാണ് അവർ അടിമത്തത്തിലേക്ക് പോയത്, പ്രവാസത്തിലേക്ക് പോയത് എന്ന് ജാതികൾക്കറിയാം. ജാതികൾ അത് ഇനിയും അറിയും. യഹോവയുടെ ബലഹീനത നിമിത്തമല്ല അവർ പോയത്, തങ്ങളുടെ അകൃത്യ നിമിത്തമാണ് അവർ പ്രവാസത്തിലേക്ക് പോയതെന്നറിയും. ഇസ്രായേലിന്റെ കഷ്ടപ്പാട് ഒരിക്കലും ദൈവത്തിന് സഹായിപ്പാൻ കഴിയാത്തത് കൊണ്ട് സംഭവിച്ചതല്ല. ദൈവത്തിന് അവരെ വിടുവിക്കാൻ കഴിയും. എന്നാൽ അവരുടെ പാപമാണത് കാരണം എന്നുള്ള കാര്യം ജാതികളുടെ ഇടയിൽ അത് അറിയപ്പെടുന്ന നിലയിലേക്ക് അത് നീക്കും. യഹൂദന്മാരുടെ പ്രവാസം ദൈവത്തിനുള്ള ഒരു ബലഹീനതയല്ല, ദൈവം പരിശുദ്ധനാണെന്ന് കാണിക്കുന്നുണ്ട്. ദൈവം തനിക്കെതിരെ പാപം ചെയ്താൽ അവൻ യഹൂദന്മാരെ പറഞ്ഞയച്ചു. ദൈവം ജനതകളെ ശിക്ഷിക്കുമ്പോൾ അവർ മനസ്സിലാക്കും, അവർ അവന് ശക്തിയും മഹത്വവും കാണും. അങ്ങനെ ഞാൻ ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം സ്ഥാപിച്ചെടുക്കും. യഹോവ ഒരു ദുർബലനായ ദൈവമല്ല, ഒരു ലോക്കൽ ഗോഡല്ല, പിന്നെയോ സകലത്തിനു മേൽ പരമാധികാരമുള്ള ദൈവമാണെന്നും തന്നോട് വിശ്വസ്ത പുലർത്തുന്നവരെ ദൈവം നടത്തുമെന്നും ദൈവം അങ്ങനെ തന്റെ നാമം ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കപ്പെടുത്തും. അവന് പാപവും അവിശ്വസ്ത നിമിത്തം ഇസ്രായേൽ ഗൃഹത്തിന് ദുരന്തം വന്നു. അതുകൊണ്ടാണ് യഹോവ പറയുന്നു, തൻ്റെ മുഖം അവരിൽ നിന്നും മറച്ചത്. ഇവിടെ പറയുന്നു, ഇനി ഞാൻ എൻ്റെ മുഖം അവരിൽ മറയ്ക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിലെ ഭാഗം പറയുന്നുണ്ട്. ഇനി 25 മുതൽ 29 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. മറച്ചു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇപ്പോൾ ഞാൻ യാക്കോബിന്റെ പ്രവാസികളെ മടക്കി വരുത്തി ഇസ്രായേൽ ഗൃഹത്തോടൊക്കെയും കരുണ ചെയ്ത് എന്റെ വിശുദ്ധ നാമം നിമിത്തം തീക്ഷണത കാണിക്കും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി അവരുടെ ശത്രുക്കളുടെ ദേശങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് പല ജാതികളും കാണെ എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിച്ച ശേഷം ആരും അവരെ ഭയപ്പെടുത്താതെ അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുമ്പോൾ തങ്ങളുടെ ലജ്ജയും എന്നോട് ചെയ്തിരിക്കുന്ന സർവദ്രോഹങ്ങളും മറക്കും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ
ബദ്ധരാക്കി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടി വരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ഇല്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഓക്കെ, ഒരു സമയത്ത് യഹോവയ ദൈവത്തിൻ്റെ മുഖം മറച്ചു. എന്നാ ഈ ഭാഗം അവസാനിപ്പിക്കും പറയും, ഇനി ഞാൻ എൻ്റെ മുഖം മറയ്ക്കുകയില്ല. ഈ 25 മുതൽ 29 വാക്യങ്ങൾ ദൈവം തന്നെ പുനഃസ്ഥാപനം നടത്തുമ്പോൾ ആ ജനങ്ങളുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഫെലോഷിപ്പ്, കൂട്ടായ്മ, ബന്ധത്തെക്കുറിച്ചാണ് ഈ 25 മുതൽ 29 വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നത്. ഇപ്പോൾ ഞാൻ യാക്കോബിൻ്റെ പ്രവാസികളെ തിരികെ കൊണ്ടുവരും. യെഹെസ്കേൽ ആദ്യം ഈ വാക്കുകൾ ബാബിലുള്ള യഹൂദ പ്രവാസികളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് യെരുശലേമിൻ്റെയും യഹൂദയുടെയും പതനത്തിനു ശേഷം ദൈവം ഇസ്രായേലിനെ എപ്പോഴെങ്കിലും പുനഃസ്ഥാപിക്കുമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ അവർക്ക് വിലപ്പെട്ടതാണ്. ഈ വാഗ്ദാനങ്ങൾ പറയുമ്പോൾ തന്നെ 7 വർഷം കഴിയുമ്പോൾ എസ്രായുടെയും സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് അവർ തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട പ്രവചനം ഭാഗികമായിട്ട് മാത്രമേ നിവർത്തിക്കപ്പെട്ടിട്ടുള്ളൂ. പൂർണ്ണമായും അത് നിവർത്തിക്കപ്പെട്ടിട്ടില്ല. പുതിയ നിയമം അംഗീകരിക്കുന്ന പോലെ വലുതും പൂർണ്ണമാകുന്ന ഒരു പുനഃസ്ഥാപനം നടക്കും. അതിനുവേണ്ടി ഇപ്പോഴും യഹൂദന്മാർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അതാണ് റോമാലേഖനത്തിൽ വായിച്ചത്, എല്ലാ ജനങ്ങളും രക്ഷിക്കപ്പെടുമെന്ന് എടുത്തു പറയുന്നുണ്ട്. വിടുവിക്കുന്ന സിയോനിൽ നിന്ന് വരും. യഹൂദന്മാർ ഇന്നും അന്നും എല്ലാം കാത്തിരിക്കുന്നത് ഞങ്ങളെ രക്ഷിപ്പാൻ മശിഹ സിയോനിൽ നിന്ന് വരും. അവരെന്നും കാത്തിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ മശിഹ വന്നിട്ട് വരുമ്പോൾ അവർ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. പ്രവാസത്തിൽ പോയതിനെല്ലാം ഒന്നിനെ അവിടെ വിട്ടേക്കാതെ എല്ലാത്തിനെയും ഇവിടേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ആ ഭാഗം മുൻപോട്ട് പോവുകയാണ്. അവർ തങ്ങളുടെ ലജ്ജയും എല്ലാ അവിശ്വസ്തതയും സഹിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലെ പുനഃസ്ഥാപനം നടക്കുന്നതിന് മുൻപേ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കിയാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരും. ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരും. അങ്ങനെ പകരുമ്പോൾ അവനിലുണ്ടാകുന്ന അനുതാപത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു, ഞാൻ അന്നാളിൽ എൻ്റെ ജനത്തിന് കൃപയുടെയും കരുണയുടെയും ആത്മാവിനെ പകരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ വായിച്ചപ്പോൾ കണ്ടതാണ്, 36-ാം അധ്യായത്തിൽ കണ്ടതാണ്, ഞാൻ എൻ്റെ ജനത്തിന് തൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു അനുതാപത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഒരുവനിൽ അനുതാപം ഉണ്ടാക്കുന്നത്. ഒരു മാനസാന്തരം ഉണ്ടാക്കുന്ന പരിശുദ്ധാത്മാവാണ്, ഒരു മനുഷ്യൻ്റെ പദ്ധതിയല്ല. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിയുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നാണ് അവനിലുണ്ടാകുന്ന അനുതാപം, മാനസാന്തരം. അങ്ങനെയെങ്കിൽ ഈ ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുമ്പോൾ
അവരുടെ ഹൃദയത്തിൻ്റെ അകം തെറ്റുകളെക്കുറിച്ച് ബോധ്യം വന്ന് മാനസാന്തരപ്പെടുന്ന അനുഭവം. ആ ദൈവത്തിൻ്റെ ഉദാരമാകുന്ന സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ അവർ മനസ്സിലാക്കുകയും അവർ തന്നെത്താൻ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ അടിമത്തത്തിലേക്കും കഷ്ടപ്പാടിലേക്കും പോകാനുള്ള കാരണം സ്വന്തം പാപമാണെന്ന് അവർ മനസ്സിലാക്കുകയും രക്ഷിതാവിൻ്റെ മുൻപിൽ അനുതാപത്തോടെ രക്ഷിതാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പുനർനിർമ്മാണം നടക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ പറഞ്ഞു നിർത്തി, ഞാൻ ഇനിയും അവരിൽ എൻ്റെ മുഖം മറക്കുകയില്ല. ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണം ദൈവകൃപയിൽ യഥാർത്ഥമാകുന്ന ഒരു നിലനിൽപ്പിലേക്ക് നയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എൻ്റെ മുഖം മറയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരുണ്ടാകുന്ന മാനസാന്തര നിമിത്തം ഒരു നല്ല പ്രവൃത്തിയിലേക്ക് സ്ഥിരമാകുന്ന ഒരു നിലനിൽപ്പിലേക്ക് അവർ വരും. ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേലിന് മേൽ പകരപ്പെടുമ്പോൾ അവർ സ്വന്തം പ്രവൃത്തിയുടെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് മശിഹയുടെ പ്രവൃത്തിയിലൂടെയും യോഗ്യതകളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് ദൈവമായി ഒരു ബന്ധമുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പ്രവൃത്തിയോ യോഗ്യതയോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ മേൽ ആത്മാവിനെ പകരുന്നത്. അത് ദൈവിക പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. 29 വാക്യം, ഞാൻ ഇസ്രായേൽ ഭവനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. 36 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ പറഞ്ഞ പ്രവചനം പൂർത്തിയാകുന്ന നിലയിൽ ഇസ്രായേൽ ഭവനത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു എന്നാണ് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു എന്നാണ്. എന്ന ഒരു ശക്തമായ പ്രസ്താവനയോടെയാണ് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സത്യത്തിൽ ദൈവം ഇതുവരെ യാഥാർത്ഥികമായി ഇത് നിവർത്തീകരിക്കപ്പെട്ടില്ല, പൂർണ്ണമായി ഇത് നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അത് വളരെ ഉറപ്പുള്ള എന്നും അത് നിവർത്തിക്കപ്പെടേണ്ടതായ ഒരു പ്രവചനമാണിത്. എന്നാൽ യഗസ്കേലിലൂടെ പ്രവചിക്കുമ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുന്ന നിലയിലാണ് പ്രവചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ മടങ്ങി വന്നാലും ശരി, മശിഹ മടങ്ങി വന്നിട്ട് അവർ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് നടക്കും എന്ന് ഈ ഭാഗങ്ങളിൽ നിന്നും നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. കാലങ്ങൾ എത്ര മാറിപ്പോയാലും തലമുറകൾ മാറിയാലും ദൈവം പറഞ്ഞ ഈ പ്രവചനം ഇസ്രായേൽ ബന്ധത്തിൽ അത് പൂർണ്ണമായി നിവർത്തിക്കപ്പെടും. ഇതൊരു അംശമായി മാത്രമേ നിവർത്തിക്കപ്പെട്ടിട്ടുള്ളൂ. പൂർണ്ണമായൊരു നിവർത്തീകരണത്തിലേക്ക് അത് നീങ്ങും. ഈ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ പുനഃസ്ഥാപനത്തിൻ്റെ വാക്കുകളോട്, ഞാൻ ഇനിയും എൻ്റെ മുഖം മറയ്ക്കുകയില്ല, ഞാൻ എൻ്റെ ആത്മാവിനെ അവിടെ മേൽ പകരും, പകർന്നിരിക്കയാൽ എന്ന വാക്യം, ഞാൻ എൻ്റെ ആത്മാവിനെ അവിടെ മേൽ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയില്ല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് ദൈവവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഇനി പോകും. ഇനി അതിന് മാറ്റം വരികയില്ല. ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും പറഞ്ഞതുപോലെ ആ ഒരു ബന്ധത്തിലേക്ക്
മശിക വാഴ്ചയിൽ അത് സംഭവിക്കുമെന്ന് ഒരിക്കൽ കൂടെ ഈ യെഹെസ്കേൽ പ്രവചനം പറഞ്ഞു ഉറപ്പിക്കുകയാണ്. അത് പറഞ്ഞാണ് 39-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഈ 40-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 40 മുതൽ അധ്യായം വളരെ പ്രാധാന്യത അർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. നന്നായി മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗം കൂടെ അതിനകത്തുണ്ട്. ഏതാ ദൈവകരണം ശരണപ്പെട്ട് നമുക്ക് ആ ഭാഗം പതുക്കെ പഠിച്ചു തുടങ്ങാം. നമുക്ക് 40-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 25-ാം ആണ്ടിന്റെ ആരംഭത്തിങ്കൽ 10-ാം തീയതി നഗരം പിടിക്കപ്പെട്ടതിന്റെ 14-ാം ആണ്ടിൽ തന്നെ അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. അതിന്മേൽ തെക്ക് മാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണാനുണ്ടായിരുന്നു. അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു. അവിടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് താമ്രം പോലെ ആയിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുദണ്ഡും ഉണ്ടായിരുന്നു. അവൻ പടിവാതിക്കൽ നിന്നു. ആ പുരുഷൻ എന്നോട്, മനുഷ്യപുത്ര, നീ കണ്ടുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്ക. ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗൃഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു. ഓക്കെ, യെഹെസ്കേൽ ഈ ദർശനം പ്രാപിക്കുന്നത് ഈ പറയപ്പെട്ട ആണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ BC 573 ആയിരിക്കാം. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് 2 തരത്തിലുള്ള കലണ്ടറുകളുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ഇയർ കലണ്ടർ, മറ്റൊന്ന് റിലീജിയസ് ഇയർ കലണ്ടർ. സിവിൽ കലണ്ടറും റിലീജിയസ് കലണ്ടർ എന്ന് പറയുന്ന 2 തരത്തിലുള്ള കലണ്ടർ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇംഗ്ലീഷ് കലണ്ടർ യൂസ് ചെയ്യുന്നു. മലയാളികളാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ നമുക്ക് മലയാള മാസം എന്ന് പറഞ്ഞ് ഒരു മലയാള കലണ്ടറുണ്ട്. തമിഴ്നാട്ടിൽ തമിഴ് കലണ്ടറും ഉണ്ട്. എന്ന് പറയുന്ന പോലെ ഇസ്രായേൽ ഫോളോ ചെയ്യുന്ന 2 തരത്തിലുള്ള കലണ്ടറുണ്ട്. ഒന്ന് സിവിൽ കലണ്ടറും മറ്റൊന്ന് റിലീജിയസ് കലണ്ടറും. അതവരെ മതത്തിൻ്റെ കലണ്ടർ അവരെ മതത്തിന് വേണ്ടിയുള്ള വർഷമാണത്. അതനുസരിച്ചുള്ള മാസങ്ങളാണ് അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അതൊരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം പറയുന്നുണ്ട്. അതേത് വർഷം ഏത് കലണ്ടറിനെ ബേസ് ചെയ്തെന്ന് പറയുന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ പൊളിറ്റിക്കൽ കലണ്ടർ ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് അവിടെ പൊളിറ്റിക്കൽ കലണ്ടർ ആരംഭിക്കുന്നത്. റിലീജിയസ് കലണ്ടറിൻ്റെ വർഷം ആരംഭിക്കുന്നത് നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. ഇത് രണ്ട് സമയങ്ങളിലാണ് ആരംഭിക്കുന്നത്. സിവിൽ കലണ്ടർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആരംഭിക്കും. റിലീജിയസ് കലണ്ടർ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നു, നമ്മുടെ പ്രവാസത്തിൻ്റെ 25-ാം വർഷം. യെഹെസ്കേലിൻ്റെ ഈ അന്തിമവും എന്നാൽ ഏറ്റവും മഹത്വകരവുമായ
ഒരു ദർശനമാണ് 40-ാം അധ്യായം മുതൽ 48-ാം അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹെസ്കേലിനെ സംബന്ധിച്ച് അവസാനത്തെ ഒരു ദർശനമാണ് ഈ പറയുന്നത്. ഈ നീണ്ടു കിടക്കുകയാണ് ദർശനം. യെരൂശലേമിന്റെ പതനത്തിന്റെ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പ്രവചന ഭാഗമാണിത്, ദർശനം. ഇവിടെ വർഷാരംഭം ഇങ്ങനെ വായിക്കും, ഞങ്ങളുടെ പ്രവാസത്തിന്റെ 25-ാം ആണ്ടിൽ ഒന്നിലെടുത്തു പറയുന്നു, നഗരം പിടിക്കപ്പെട്ടതിൻ്റെ 14-ാം ആണ്ടിൽ, അതെ അന്നേ തീയതി തന്നെ. അപ്പോൾ വർഷാരംഭം അത് പൊളിറ്റിക്കൽ ആയാലും കൊള്ളാം, അല്ല റിലീജിയസ് ആയാലും കൊള്ളാം. ആ ആരംഭ മാസത്തിന്റെ 10-ാം തീയതി യഹോവയുടെ ആത്മാവ് തൻ്റെ മേൽ വരുന്നു. ഇസ്രായേലിലെ കലണ്ടർ റിലീജിയസ് കലണ്ടർ അനുസരിച്ചാണെങ്കിൽ ആ കലണ്ടർ ആരംഭിക്കുന്നത് പെസഹായുടെ ഒരുക്കങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. നീസാർ മാസം, അതാണ് 1-ാമത്തെ മാസം. പെസഹായുടെ ഒരുക്കങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. ഞാൻ അതിന് മുഖവരി എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവിടെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യഹെസ്കേൽ ഒരു പുരോഹിതനാകിയാൽ ഒരുപക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആണ്ട് മതപരമാകുന്ന റിലീജിയസ് കലണ്ടറിനെ ബേസ് ചെയ്തായിരിക്കാം പറഞ്ഞതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വർഷത്തിന്റെ 1-ാം മാസത്തിന്റെ 10-ാം തീയതി, അതാ നീസാർ മാസം 10-ാം തീയതി, പെസഹയുടെ ഒരുക്കത്തിന് ദിവസം നടക്കുന്ന മാസം. അത് തനിക്ക് ലഭിക്കുന്ന ദർശനമാണ്. ശ്രദ്ധിക്കട്ടെ, താൻ ദർശിക്കുന്ന ദർശനം താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന യഹൂദ മതത്തിനോടനുബന്ധിച്ചുള്ളൊരു ദർശനമാണ്. ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം പെസഹ ആചരിച്ച് പുറപ്പെട്ടു. അപ്പൊ വീണ്ടും യഹോവയായ ദൈവം ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള വിശാലമാകുന്ന ദർശനം യഹെസ്കേൽ കൊടുക്കുന്നതും ഇതുപോലെ പെസഹായുടെ ആചരിക്കപ്പെടുന്ന നീസാർ മാസം 10-ാം തീയതിയാണ്. താൻ കാണുന്ന ദർശനം താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിനോടനുബന്ധിച്ചുള്ള ദർശനമാണ്. ദർശനത്തിൽ ദൈവം യഹെസ്കേലിനെ ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി. ഈ പർവ്വതത്തിൽ നിന്ന് അവനെ തെക്കോട്ട് നോക്കി. അവിടെ ഒരു നഗരം കാണാൻ കഴിഞ്ഞു. പിന്നെ ദൈവം യഹെസ്കേലിനെ ആ നഗരത്തിലേക്ക് കൊണ്ടുപോയി. നമ്മൾ അങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്. എൻ്റെ മേൽ വന്നു, ദിവ്യദർശനത്തിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പർവ്വതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചില ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്. വളരെ ഉയർന്ന പർവ്വതം എന്ന് പറയുമ്പോൾ ശലോമോന്റെ ആലയം നിന്ന പണിത സ്ഥലം ആ പർവ്വതമായിരിക്കാം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ശലോമോന്റെ ആലയം പണിത പർവ്വതം എന്ന് പറയുന്നത് മോറിയ മലയിലാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മോറിയ മലയാണ്. അങ്ങനെയെങ്കിൽ ആ ശലോമോൻ പണിത ദേവാലയം നിന്നിരുന്ന സ്ഥലത്ത് ആ മലയിലായിരിക്കാം യഹെസ്കേലിനെ ദർശനത്തിൽ കൊണ്ടുപോയതെന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്.
ഇനിയും അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ അവിടെ കൊണ്ടുചെന്നു. ആ. അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. ആ. അവൻ കാഴ്ചയ്ക്ക് താമ്രം പോലെയായിരുന്നു. ആ. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവ് ദണ്ഡും ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അത്രയും മനസ്സിലായി വിശ്വസിക്കുന്നു. ദർശനത്തിൽ അവനെ ഒരു വലിയ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോകുന്നു. അത് മോറിയ മലയായിരിക്കാം. അവിടുന്ന് തെക്കോട്ട് നോക്കുന്നു. അവന് ചെറിയ ഒരു സ്ഥലം, പട്ടണം പോലെ കാണുന്നു. അങ്ങനെ യഹോവ ദൈവം അവനെ അവിടേക്ക് കൊണ്ടുപോകുന്നു. ആ നഗരത്തിന്റെ കവാടത്തിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് യെഹെസ്കേൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ഈ മനുഷ്യൻ ആരാണെന്നതിനെ കുറിച്ച് വ്യക്തമായ തെളിവുകളില്ല. എന്നാൽ അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ദൂതനായിരിക്കാം എന്ന് അവകാശപ്പെടുന്നു. കാരണം ഇതിനു മുമ്പും നമ്മൾ ഭാഗങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് കണ്ടായിരുന്നു, ഒരു മഷിത്തണ്ടുമായൊരു മനുഷ്യൻ വരുന്നു, അളക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് നമ്മൾ ദൂതനായിട്ട് കണ്ടത്. അതുകൊണ്ട് ഇത് ദൂതനായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി യെഹെസ്കേലിനെ നയിക്കുകയും കൂടാതെ ദേവാലയത്തിൻ്റെ അളവുകൾ എടുക്കുകയാണ് എന്നായിരുന്നു ഈ മനുഷ്യന്റെ ദൗത്യം. ഈ മനുഷ്യന്റെ ജോലി എന്ന് പറയുന്നത് ആലയത്തിൻ്റെ അളവുകൾ എടുക്കുക. അതിന് തൻ്റെ കയ്യിൽ അളക്കാനുള്ള ചരടും അതിനുള്ള ദണ്ഡും തൻ്റെ കയ്യിലുണ്ട്. ആ മനുഷ്യന് സവിശേഷത പറയുന്നുണ്ട്. കാഴ്ചയ്ക്ക് വെങ്കലം പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശോഭയുള്ളൊരു മനുഷ്യൻ. യഹോവ യെഹെസ്കേലിനെ യെരൂശലേമിലേക്ക് നയിച്ചപ്പോൾ ഈ യെഹെസ്കേൽ പ്രവാചകന് വഴികാട്ടിയായി ദൈവം നിയമിച്ചത് ഒരുപക്ഷെ ഒരു മാലാഖയായിരിക്കാം, ഒരു ദൂതനായിരിക്കും. ആ ദൂതന് തിളക്കമുള്ള രൂപമാണ് വെങ്കലം എന്ന് പറയുന്നതിനോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പല ആളുകളും ഇദ്ദേഹത്തെ ആ പുരുഷൻ ദൂതനായിരിക്കാമെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ 2 തരത്തിലുള്ള അളവുണ്ട്. ചെറിയ അളവുകൾ അളക്കുവാൻ വേണ്ടി ഒരു ചെറിയ വടിയും, നീളമുള്ളത് അളക്കുവാൻ ഒരു ടേപ്പ് എന്ന് വേണേൽ പറയാം, ഒരു ചരടും തൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അളക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അവൻ യെഹെസ്കേലിനെ ആ പ്രദേശം ഒന്ന് ചുറ്റി നടത്തി. അപ്പൊ യെഹെസ്കേലിനെ ഗൈഡ് ചെയ്യുന്നത്, ലീഡ് ചെയ്യിക്കുന്നത് ഈ ദൂതനാണ്. അപ്പൊ ദേവാലയ കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ യെഹെസ്കേലിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ സമയത്ത് ദേവാലയമില്ല. ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ഇനി ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ആലയത്തിന്റെ അളവെടുക്കാൻ പോകുന്നു. അത് യെഹെസ്കേലിന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി അവനെ ദർശനത്തിൽ ആ സ്ഥലത്ത് കൊണ്ടു, അവിടെ കൊണ്ടുപോയി അതിനുള്ള സ്ട്രക്ചർ ദൂതൻ മുഖേന റെഡിയാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യെഹെസ്കേലായി യെരൂശലേമിനെ ദർശനത്തിൽ സന്ദർശിച്ച പല ഭാഗങ്ങളുണ്ട്. 8 മുതൽ 11 വരെ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗത്ത് ദൈവം
യെഹെസ്കേലിനെ ദർശനത്തിൽ യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഭാഗങ്ങൾ മൊത്തം വായിക്കുന്നുണ്ട്. ആ ദർശനത്തിലാണ് ദൈവജന നിമിത്തം ആലയം അശുദ്ധമാക്കപ്പെട്ടതും ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെ കണ്ടതെല്ലാം ഈ ഭാഗങ്ങളിലൂടെയാണ്. ദൈവമഹത്വം ദേവാലയത്തിൽ പുറപ്പെട്ടത് ഇതെല്ലാം ഇത് മുൻപുള്ള ദർശനങ്ങളിൽ നാം കണ്ടു. നമ്മൾ ആ ഭാഗം പഠിച്ചതാണ്. ദേവാലയത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ വാതിലും അതിൻ്റെ അകത്തും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ദൈവമഹത്വം ആലയം വിട്ട് പോകുന്നതായി കാണിച്ചതാണ്. അങ്ങനെയാണ് യെഹെസ്കേൽ യെരുശലേമിനെ കുറിച്ചുള്ള ഒരു ദർശനത്തിലൂടെ യെരുശലേം വീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വീണ്ടും ഈ ദർശനത്തിലൂടെ ഈ യെരുശലേമിനെ വീക്ഷിക്കുന്നത് ഈ ആലയം പണിത് ഈ ആലയത്തിനകത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്ന ഒരു ദർശനത്തോടു കൂടിയാണ് ഈ ഭാഗം പറഞ്ഞു മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആരംഭത്തിൽ 8 മുതലുള്ള അധ്യായങ്ങളിൽ ജനങ്ങളുടെ പാപനിമിത്തം ആ സംഭവിക്കുന്ന ആലയത്തെക്കുറിച്ച് ദൈവമഹത്വം വിട്ടുപോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തകർന്ന ആലയം വീണ്ടും പുതുക്കി പണിത് ദൈവമഹത്വം അവിടേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ് പറയുന്നത്. ഈ ഭാഗം ഈ 3 വരെ ഭാഗങ്ങൾ പഠിച്ചു. നമ്മൾ തന്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ യെരുശലേമിലേക്കുള്ള ദർശനത്തിനുള്ള സന്ദർശനത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ കണ്ടതൊരു യാഥാർത്ഥ്യമായ കാര്യമായിരുന്നു. ഒരു യഥാർത്ഥ ആലയവും ദൈവത്തിന്റെ മഹത്വവും യാഥാർത്ഥ്യമാകുന്ന ശക്തിയുമായ രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത് യെഹെസ്കേൽ കാണുകയാണ്. ഇത് ദൈവത്തിന്റെ ദർശനങ്ങളായിരുന്നു. ഇത് യഥാർത്ഥമാകുന്ന നിലയിലാണ് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്, ഒരിക്കൽ ദൈവജനം ദൈവത്തോട് പാപം ചെയ്തു പോയെങ്കിലും, ദൈവം രക്ഷിച്ചെങ്കിലും, ദൈവം മുഖം മറച്ചെങ്കിലും, പിന്നീട് ദൈവം അവരെ മടക്കി വരുത്തി അവരുടെ മേൽ ആത്മാവിനെ പകർന്ന് പറഞ്ഞു, ഞാൻ ഇനിയും അവരുടെ മുഖം മറയ്ക്കുക, എൻ്റെ മുഖം അവരിൽ മറയ്ക്കുകയില്ല, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരും എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈ 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ആലയം തകർന്നുപോയി, രാജ്യം നഷ്ടപ്പെട്ടു, ഇനി തിരികെ കിട്ടുകയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തനെ ദർശനത്തിൽ കൊണ്ടുപോയി ആലയത്തിൻ്റെ അളവുകളെക്കുറിച്ചും ദൈവമഹത്വം വീണ്ടും വരുവാൻ പോകുന്നതിനെക്കുറിച്ച് ഉള്ള ദർശനത്തിലൂടെ തന്നെ ഉറപ്പിച്ചുണർത്തുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ കണ്ണുകൾക്കൊക്കെ അപ്പുറമാണ്. നമ്മൾ പുറമേ ഉള്ളത് നോക്കി നമ്മൾ വിധി എഴുതുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടാതെ, ദൈവം ഒരു അല്പനേരത്തേക്ക് മുഖം മറച്ചാലും ദീർഘക്ഷമയുള്ള ദൈവമാകിയാൽ വീണ്ടും തൻ്റെ മുഖം ഒരിക്കലും മറയ്ക്കാത്ത നിലയിൽ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്
ഒരിക്കൽ കൂടി ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ജാടകമായി ഞാൻ എൻ്റെ ആത്മാവിനെ അവിടെ മേൽ പകർന്നിരിക്കയാൽ ഞാൻ എൻ്റെ മുഖം അവർക്ക് മറക്കുകയില്ല. ഇന്ന് രാത്രിയിൽ ദൈവജനം കേൾക്കുന്ന ദൈവമക്കൾ പറഞ്ഞ ആ ദൈവികമാകുന്ന ദൈവമായി ആത്മാവിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, ദൈവമായി നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവത്തിന് ജനമേ, ഒരിക്കലും ദൈവജനത്തിൽ നിന്നും തൻ്റെ മുഖം ദൈവം മറയ്ക്കത്തില്ല. ഇന്ന് രാത്രി പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മൾ ഏത് തരത്തിലുള്ള പാതയിലൂടെ പോയാലും, ഏത് ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെ പോയാലും, ഏത് തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോയാലും, ദൈവവുമായി ബന്ധപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ പകരപ്പെട്ട് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ദൈവ ബന്ധത്തിൽ ദൈവത്തിൻ്റെ മുഖം ദൈവം മറയ്ക്കത്തില്ല. അതുകൊണ്ട് തൽക്ഷണം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന, നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. ദൈവം നമ്മളെ അനാഥരായി വിടുകയില്ല. ദൈവം നമ്മളെ ഉറപ്പിച്ചുണർത്തുന്ന ദൈവമാകിയാൽ ദൈവവചനത്തിൽ മുറുകെ പിടിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.